അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഇൽമിനെയും ആലിമീങ്ങളെയും അതിരറ്റ് സ്നേഹിക്കുകയും ഇൽമിന് സേവനം ചെയ്യുകയും ചെയ്ത ഒരു നാടാണ് ഈ ഓമച്ചുപ്പുഴ പ്രദേശം. പ്രഗത്ഭരായ ധാരാളം ആലിമീങ്ങൾ ഇവിടെ ജീവിക്കുകയും ദർസ് നടത്തുകയും പ്രഗത്ഭരായ ഉലമാക്കളെ വാർത്തെടുക്കുകയും ചെയ്തിട്ടുള്ളൊരു പ്രദേശമാണ്. ഇന്നും അതിൻ്റെ അടയാളങ്ങളും അതിൻ്റെ ശേഷിപ്പുകളും നിലനിൽക്കുന്നു എന്നതാണ് ഈ പരിപാടിയും നമുക്ക് വിളിച്ചറിയിക്കുന്നത്. അള്ളാഹു ഇതെല്ലാം ആഖിറത്തിൽ ഉപകരിക്കുന്ന അമലായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. നീട്ടി ഇപ്പോൾ സംസാരിക്കുന്നില്ല. സംസാരിക്കാൻ പാടില്ലെന്ന് നിങ്ങളുടെ മനസ്സ് തന്നെ പറയും. കുറ്റ്യാടിയിൽ ഇന്നലെയും ഇന്നും സിറാജുൽ ഹുദ ശരീഅത്ത് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ക്യാമ്പായിരുന്നു. അതുകൊണ്ട് പുറത്തൊരു പരിപാടിക്കും പോവുകയില്ല എന്ന ഉറപ്പോടുകൂടി വളരെ മാസങ്ങൾക്ക് മുമ്പ് കുട്ടികൾക്ക് ഡേറ്റ് കൊടുത്തതാണ്. പക്ഷേ SSFൻ്റെ പ്രൊഫസർ മീറ്റ് കോട്ടക്കൽ നടക്കുമ്പോൾ അതിൽ നിർബന്ധമായും ഒന്ന് പങ്കെടുക്കണം എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് പരിപാടിയാണ്. അതിനുവേണ്ടി രാത്രി അവിടുത്തെ പരിപാടി കഴിഞ്ഞ് ഓടി വന്ന് പങ്കെടുക്കാമെന്ന് തീരുമാനിച്ചു. അത് എങ്ങനെയോ നമ്മുടെ ഹസനി മണത്തറിഞ്ഞോ അല്ലെ വേറെ ആരോ മണത്തറിഞ്ഞോ എന്ന് എനിക്കറിയില്ല, ഇവിടെ ഒന്ന് കയറിപ്പോകണം എന്ന് എന്നോട് ആവശ്യപ്പെട്ടു. ഹസനിയും അൽഹംദുലില്ലാഹ് നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെയും നമ്മുടെ സ്ഥാപനത്തിൻ്റെയും എല്ലാം ഭാഗമാണ്. അതുകൊണ്ട് അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ ദീനീ ഖിദ്മത്തിലും ഇൽമിൻ്റെ പ്രചരണത്തിലും എല്ലാം മനസ്സിൽ വലിയ സന്തോഷവും ആദരവുമാണ്. ഞാൻ തന്നെ അദ്ദേഹത്തെ സിറാജുൽ ഹുദയിലേക്ക് പലപ്പോഴും ക്ഷണിച്ചിട്ടുണ്ട്, അദ്ദേഹം വന്നിട്ടുമുണ്ട്. അപ്പം ആ നിലയ്ക്ക് ഇവിടെ ഒന്ന് വന്ന് ഈ പ്രദേശത്തുള്ള ഇവിടുത്തെ ഉമറാക്കളും ഇവിടുത്തെ പ്രവർത്തകരും ഉലമാക്കളും ഒക്കെ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നവരും സ്നേഹിക്കുന്നവരും ആണ് എന്നതുകൊണ്ട് നിങ്ങളോടൊക്കെ ഒന്ന് ദുആ ചെയ്യാൻ പറഞ്ഞ് പോകാം എന്ന നിലക്ക് ഒന്നിവിടെ വരെ വന്നേ ഉള്ളൂ. നീണ്ട ഒരു പ്രസംഗം ഇപ്പോൾ ഉദ്ദേശം ഇല്ല. നീണ്ട പ്രസംഗത്തിനിപ്പോൾ ആളുകൾക്ക് ഇങ്ങനെ വന്നിരിക്കേണ്ട ആവശ്യവും ഇല്ല, ഒക്കെ യൂട്യൂബിലുണ്ടല്ലോ. അതുകൊണ്ട് എത്ര പ്രസംഗം വേണമെങ്കിലും ഉണ്ട്. മിഞ്ഞാന്ന് ഞാൻ കോഴിക്കോട്ട് പ്രസംഗിച്ചിരുന്നു. മഹാനായ ഗൗസുൽ ആദം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ അനുസ്മരിക്കുന്ന ഒരു പരിപാടിയിൽ കോഴിക്കോട് അങ്ങാടിയിൽ കുറ്റിച്ചിറ ഭാഗത്ത് പ്രസംഗം നടത്തിയാൽ സദസ്സ് വളരെ ശുഷ്കിച്ചതാണ്, മുമ്പൊക്കെ കണ്ടുവന്നു. മിഞ്ഞാന്ന് ചെന്നപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. നല്ല നിറഞ്ഞ സദസ്സ് കണ്ടു. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചതിലും കൂടുതൽ പ്രസംഗിച്ചു പോയി. ഇവിടെ അൽഹംദുലില്ലാഹ് ബഹുഭൂരിപക്ഷവും മുതഅല്ലിമീങ്ങളും ആലിമീങ്ങളുമാണ്. ഇനി അല്ലാത്തവരുണ്ടെങ്കിൽ അവരും ആലിമീങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന ആളുകളാണ്. അള്ളാഹു അത് ഖിയാമത്ത് നാൾ വരെ ഈ നാട്ടിനും പരിസരങ്ങൾക്കും നിലനിർത്തി തരുമാറാകട്ടെ. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് എല്ലാ സൃഷ്ടികൾക്കും അനുഗ്രഹമായി കാരുണ്യമായി നിയോഗിച്ചിട്ടുള്ള നേതാവാണ് എന്നതിൽ ഈമാനുള്ളവർക്ക് തർക്കം ഇല്ല. അല്ലാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരായ വ്യക്തി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രമല്ല വലിയ ബഹുമാനം മുസ്ലിം ഉമ്മത്ത് കൽപ്പിക്കുന്നത്. നബിതങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ വസ്തുക്കൾക്കും എല്ലാ വ്യക്തികൾക്കും ബഹുമാനം കൽപ്പിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ. പരിശുദ്ധ ഖുർആനും അങ്ങനെ തന്നെയാണ് പഠിപ്പിച്ചത്. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ശരീരത്തെക്കാൾ ബന്ധപ്പെട്ടത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അടുത്ത വാചകം എന്താണ് ഖുർആനിൽ?
വഅസ്വാജുഹു ഉമ്മഹാത്തുഹും, നബിയുടെ ഭാര്യമാർ ഉമ്മഹാത്തുഹും മുഅ്മിനീങ്ങളുടെ ഉമ്മമാരാണ്. അപ്പൊ എന്താണ്, അവർക്ക് നുബുവത്ത് കിട്ടിയിട്ടുണ്ടോ? അവരെ അല്ലാഹു റസൂലാക്കിയിട്ടുണ്ടോ? ഇല്ല. പക്ഷേ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ചു എന്ന കാരണത്താൽ അവർ സാധാരണ സ്ത്രീകൾ അല്ല, അവർ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉമ്മമാരാണ് എന്ന് ഖുർആൻ പഠിപ്പിച്ചു. ഇതുപോലെ ആ സ്ത്രീകളെ സംബന്ധിച്ച് ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു, യാ നിസാ അൻ-നബി ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാ, നബിയുടെ ഭാര്യമാരെ നിങ്ങൾ ആരും മറ്റു സ്ത്രീകളെ പോലെ അല്ല. എത്ര കൃത്യമായിട്ടാണ് ഖുർആൻ പറയുന്നത്. എന്താണ് കാരണം? നബിയുടെ ഭാര്യമാരായി എന്നതാണ് കാരണം. അപ്പൊ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ വ്യക്തികൾക്കും എല്ലാ സ്ഥലങ്ങൾക്കും വലിയ മഹത്വമാണ്. അത് അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയിൽ ഒന്നാണ്. ഇനി നിങ്ങൾ നോക്കൂ, ഖുൽ ലാ അസ്അലുക്കും അലൈഹി അജ്റൻ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ, ഒരു പ്രതിഫലവും ഞാൻ ചോദിക്കുന്നില്ലെന്ന് പറയൂ നബിയെ. ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ, എന്റെ കുടുംബത്തെ സ്നേഹിക്കണം, അത് മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം സാധാരണ ഒരു കുടുംബം പോലെ അല്ല, അവർക്ക് വലിയ പ്രത്യേകതയാണ്. അതാണല്ലോ നമ്മൾ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ വരികൾ ചൊല്ലാറുണ്ടല്ലോ, അലുൻ നബി ദരിഅതി വഹുമു ഇലൈഹി വസീലതി അർജു ബിഹിം മുതാഗദാ ബിയദിൽ യമീനി സഹീഫതി. നബിയുടെ കുടുംബം അലുൻ നബി ദരിഅതി, എന്റെ രക്ഷക്കുള്ള മാർഗമാണവർ, എനിക്ക് വസീലയാണവർ. അതെ, എന്താണ് കാരണം? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിൽ ജനിച്ചു എന്നതാണ്. നബിയുടെ കുടുംബം ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടുകയും സ്നേഹിക്കപ്പെടുകയും ചെയ്യുന്ന വിഭാഗമായി ഖുർആൻ പഠിപ്പിക്കുകയാണ്. അതാണ് ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ. ഇനി നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് വഅൻത ഹില്ലും ബിഹാദൽ ബലദ് വവാലിദിൻ വമാ വലദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ള നാട്, ആ നാട്ടിനെ എടുത്ത് മുൻനിർത്തി അല്ലാഹു സത്യം ചെയ്യുകയാണ്. കാരണം നബിതങ്ങൾ ജനിച്ച നാട്, നബിതങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന നാട്, അതിന് വലിയ ബഹുമാനം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുകയാണ്. എന്തിനധികം പറയണം, അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ വളരെ ശ്രേഷ്ഠതയുള്ള അതിമഹത്തായ ഒരു സൃഷ്ടിയാണല്ലോ അർശ് എന്ന് പറയുന്നത്. ദുആഉൽ കർബ് എന്ന് പറഞ്ഞിട്ട് സഹീഹുൽ ബുഖാരിയിൽ ബാബു ദുആഉൽ കർബ്, പ്രയാസമുള്ള സമയത്ത് നടത്തുന്ന പ്രാർത്ഥനയുടെ അധ്യായം. ആ ദുആഉൽ കർബിൽ ആവർത്തിച്ച് പറയുന്നത് എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അളീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അളീമുൽ ഹലീം എന്നതിന് ശേഷം അർശിനെ പ്രത്യേകം എടുത്തു പറയുന്നു. ആ അർശ് ഖുർആനിൽ പല സ്ഥലത്തും എടുത്തു പറഞ്ഞ ഒരു അതിമഹത്തായ സൃഷ്ടിയാണ്. ഇതുപോലെ വസിഅ കുർസിയുഹുസ് സമാവാതി വൽ അർള്, അല്ലാഹുവിന്റെ കുർസി എന്ന് പറയുന്ന സൃഷ്ടി, അതിനെ സംബന്ധിച്ച് ഖുർആൻ എടുത്തു പറയുന്നു. ഇതേപോലെ അല്ലാഹു ബഹുമാനിച്ച ഒരുപാട് സൃഷ്ടികൾ ഉണ്ട്. ഖുർആനിൽ വളരെ എടുത്തു പറഞ്ഞ ഒരു സൃഷ്ടിയാണ് കഅബ ശരീഫ്. ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൻ. അങ്ങനെ ഖുർആൻ ആവർത്തിച്ച് എടുത്തു പറയുന്ന കഅബ ശരീഫ്. ഇതൊക്കെ ഉണ്ടെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം. ഇനി നമുക്കറിയാം, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് ഖുർആൻ പ്രത്യേകം എടുത്തു പറഞ്ഞു, മൻകാന അദുവ്വൻ ലിജിബ്രീല മൻകാന അദുവ്വൻ ലില്ലാഹി വമലായികതിഹി. അല്ലാഹുവിനെയും മലക്കുകളെയും എതിർക്കുന്നവർ ജിബ്രീൽ അലൈഹിസ്സലാമിനെ പ്രത്യേകം എടുത്തു പറയാണ്. അങ്ങനെ അല്ലാഹു തആല ബഹുമാനിച്ച ജിബ്രീൽ അലൈഹിസ്സലാം അടക്കമുള്ള മലക്കുകൾ എല്ലാവരെക്കാളും ശ്രേഷ്ഠത وأفضل الخلق على الإطلاق
നബിയുനാ ഫാമിൻ അനിശ്ശിഖാഖി. ഏറ്റവും വലിയ ശ്രേഷ്ഠത അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രമാണോ? തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്ത് അവിടുത്തെ ശരീരത്തോട് ചേർന്ന് നിൽക്കുന്ന മണ്ണ്, ആ മണ്ണിനേക്കാൾ ബഹുമാനം കഅബ ശരീഫിന്റെ മണ്ണിന് പോലും ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ടപ്പോൾ ആ സ്ഥലത്തിന് ഏറ്റവും വലിയ ബഹുമാനം. അജ്മഅൽ ഉലമാ, ആലിമീങ്ങൾക്കിടയിൽ തർക്കം ഇല്ല. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്നൽ ഈമാന ലയഗ്രിസു ഇലൽ മദീനതി കമാ തഗ്രിസുൽ ഹയ്യതു ഇലാ ജുഹരിഹാ. പാമ്പ് മാളത്തിലേക്ക് മടങ്ങും പോലെ ഈമാൻ മദീനയിലേക്ക് മടങ്ങുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് മദീനയുടെ ബഹുമാനം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി ചെന്നു ചേരുകയും നബി തങ്ങളെ സ്വീകരിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവർത്തിക്കുകയും പരിശുദ്ധ ഇസ്ലാമിനെ സമൂഹത്തിന് എത്തിച്ചു കൊടുക്കുകയും അവിടെ അന്ത്യവിശ്രമം കൊള്ളുകയും ചെയ്യുന്ന നാട്. ആ നാടിനെ സംബന്ധിച്ച് ഖുർആൻ എടുത്തു പറയുന്നുണ്ട്, ഹദീസിൽ പറയുന്നത് ഈമാനുള്ള മനസ്സാണോ ആ മനസ്സ് മദീനയിലേക്ക് മടങ്ങും, പാമ്പ് മാളത്തിലേക്ക് മടങ്ങും പോലെ മടങ്ങും. പാമ്പിനെ സംബന്ധിച്ചിടത്തോളം എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതേ മാളത്തിലെത്തിയാൽ രക്ഷപ്പെടുന്നുള്ള നിലക്ക് എപ്പോഴും എന്ത് പ്രശ്നം വരും മാളത്തിലേക്കാണ് ചിന്ത. ഇതുപോലെ ഈമാനുള്ളവന്റെ മനസ്സ് മദീനയിലേക്കാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. കാരണം എന്തുകൊണ്ട്? വഹുവൽ ഹബീബുല്ലദീ തുർജാ ശഫാഅതുഹു ലികുല്ലി ഹൗലിൻ മിനൽ അഹ്വാലി മുഹ്തഹമീ. ഏത് പ്രശ്നങ്ങൾക്കും അതേ റക്കമന്റ് പ്രതീക്ഷിക്കപ്പെടുന്ന അല്ലാഹുവിന്റെ ഹബീബാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് അബ്ദുല്ല റളിയല്ലാഹു അൻഹു ഉഹദ് യുദ്ധത്തിൽ ഷഹീദായി വഫാത്തായി പോയ ആളാണ്. ആ അബ്ദുല്ല റളിയല്ലാഹു അൻഹു ഉഹദ് യുദ്ധം നടക്കുന്നതിന്റെ തലേ ദിവസം മകനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, നാളെ യുദ്ധം നടന്നാൽ ലാ ഉറാനി ഇല്ലാ മഖ്തൂലൻ ഫീ അവ്വലി മൻ ഖുതില, ആദ്യമായി ഷഹീദാകുന്നത് ഞാനായിരിക്കും. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഔലിയാക്കൾക്ക് മറഞ്ഞ കാര്യങ്ങൾ പലതും അറിയിച്ചു കൊടുക്കാറുണ്ട്, അത് പിന്നെ വരുന്ന കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെ അവർ കറാമത്ത് മുഖേന പറയാണ്, മേലാൽ വരുന്ന വിഷയം പറഞ്ഞോവർ എന്ന് ഗൗസുൽ ആലം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളെ സംബന്ധിച്ച് നമ്മൾ പാടാറില്ലേ? അല്ലാഹു തആല നൽകുന്ന അറിവാണ്. നാളെ ആദ്യം മരിക്കുന്നത് ഞാനായിരിക്കും. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വയറ്റിലുള്ള കുട്ടി ഏതാണെന്ന് സ്കാൻ ചെയ്ത് നോക്കിയിട്ടല്ലോ കറാമത്ത് കൊണ്ട് പറഞ്ഞത്, നമുക്ക് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാമല്ലോ. അങ്ങനെ ധാരാളം സംഭവങ്ങൾ നമുക്ക് കാണാമല്ലോ. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് എന്നിട്ട് പറഞ്ഞു, എനിക്ക് പെൺകുട്ടികളുണ്ട് മോനെ, ആ മക്കളെ നീ നന്നായി പരിഗണിക്കുകയും പരിചരിക്കുകയും വേണം. എന്റെ കടങ്ങൾ നീ വീട്ടണം, എനിക്ക് കടമുണ്ട്. അതെ, നാളെ മരിക്കുന്ന ഒരു ഉറപ്പാണ്, അത് ഉറപ്പിച്ചിട്ട് തന്നെയാ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. പറഞ്ഞതുപോലെ തന്നെ ഉഹദ് യുദ്ധത്തിൽ മഹാനവറുകൾ ഷഹീദായി. ഒരു ഖബറിൽ ഒന്നിലധികം മയ്യിത്ത് മറമാടേണ്ടി വന്നു. കാരണം അത്രയും കൂടുതൽ ശുഹദാക്കളുണ്ട്. അപ്പൊ അബ്ദുല്ല റളിയല്ലാഹു അൻഹു മറവ് ചെയ്ത ഖബറിൽ വേറെ മയ്യിത്തും ഉണ്ട്. പക്ഷേ ഒരു 6 മാസം കഴിഞ്ഞ് മയ്യിത്തൊന്ന് മാറ്റി മറവ് ചെയ്യണം എന്ന് മകനായ ജാബിർ റളിയല്ലാഹു അൻഹുവിന് തോന്നി. എന്തുകൊണ്ട് തോന്നി? സഹാബത്തിന്റെ വിശ്വാസാണ്, ഇത് ഷഹീദായി മരിച്ച എന്റെ ബാപ്പയാണ്, ആ ബാപ്പക്ക് ശരീരത്തിനൊരു കേടും സംഭവിക്കൂല എന്ന വിശ്വാസം ജാബിർ റളിയല്ലാഹു അൻഹുവിനുണ്ട്. അതുകൊണ്ടല്ലേ ധൈര്യപൂർവം വേറെ ഒരു ഖബർ കുഴിച്ച് മയ്യിത്ത് മാറ്റിമറവ് ചെയ്യാൻ വേണ്ടി ഖബർ പോയി തുറന്നു. നമ്മുടെ പുത്തൻവാദികൾ പറയും പോലെ സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടക്കമുള്ള അമ്പിയാക്കളുടെ ശരീരം മണ്ണിൽ നിന്ന് ജീർണിച്ച് നശിച്ചു പോയി എന്ന് 987 ജനുവരിയിലെ പ്രബോധനത്തിൽ ജമാഅത്ത് ഇസ്ലാമിക്കാരൻ എഴുതി. അതേപോലെ നശിച്ചുപോയ ജഡങ്ങളാണ് മഹാന്മാരുടെ ജഡങ്ങൾ, അത് നബി തങ്ങൾക്കും ബാധകമാണ് എന്ന് അൽമനാറിൽ മുജാഹിദ് കുറിച്ചു. ഒരിക്കലും മുസ്ലിമീങ്ങൾ ആ വിശ്വാസക്കാരല്ല. അമ്പിയാക്കളുടെ ശരീരം
അങ്ങനെ ജീർണിച്ച് നശിക്കില്ല. ശുഹദാക്കളിൽ പലരുടെയും ശരീരം ജീർണിച്ച് നശിക്കാതെ കണ്ടതിന്റെ ഒരു ഉദാഹരണമാണ് സഹീഹുൽ ബുഖാരിയിലുള്ളത്. മഹാനായ അബ്ദുള്ള റളിയല്ലാഹു അൻഹു 6 മാസം കഴിഞ്ഞ് ഖബർ തുറന്ന് മറ്റൊരു ഖബറിലേക്ക് മാറ്റിമറവ് ചെയ്യാൻ വേണ്ടി ചെന്നപ്പോൾ ശരീരത്തിനൊരു കേടും സംഭവിച്ചിട്ടില്ല. ബുഖാരിയിലെ ഹദീസല്ലേ അത്. ആ മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു ബാപ്പയുടെ കടം വീട്ടാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ബാപ്പ പെൺമക്കളായ എന്റെ പെങ്ങന്മാരെ ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ജാബിർ റളിയല്ലാഹു അൻഹു വിവാഹം കഴിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജാബിർ റളിയല്ലാഹു അൻഹു കണ്ടപ്പോ വിശേഷങ്ങൾ ചോദിച്ചു. അപ്പോൾ വിവാഹം കഴിച്ച വിവരം പറഞ്ഞു. നിങ്ങൾ വിവാഹം കഴിച്ചത് കന്യകത്വം നീങ്ങിയ പെണ്ണിനെയാണോ, കന്യകത്വം നീങ്ങാത്ത ഒരു പെൺകുട്ടിയെയാണോ എന്ന് ചോദിക്കുമ്പോൾ ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ കന്യകത്വം നീങ്ങിയ പെണ്ണിനെയാണ് വിവാഹം കഴിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങൾക്ക് കന്യകത്വം നീങ്ങാത്ത ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചുകൂടായിരുന്നോ? അതുകൊണ്ടാണല്ലോ നമ്മളെ കിതാബുകളിൽ തുഹഫയിലും അതുപോലെ ഫത്വൽ മുഅല്ലിമുമൊക്കെ ബിക്റാണ് നല്ലത് എന്ന് പറഞ്ഞതായി കാണാം. വിവാഹം കഴിക്കാത്ത പെണ്ണാണ് വിവാഹം കഴിക്കാൻ നല്ലത് എന്ന് പറഞ്ഞതായി കാണാം. പക്ഷേ അവിടെ തുഹഫയിൽ പറഞ്ഞു, ഇല്ലാലി മസ്ലഹത്തിൻ, വല്ല മസ്ലഹത്ത് ഉണ്ടെങ്കിൽ അതിന് നിയമം മാറും കേട്ടോ എന്ന് പറഞ്ഞു. മസ്ലഹത്ത് ഉണ്ടാകുമ്പോൾ നിയമം മാറും, മസ്ലഹത്ത് ഉണ്ടാകുമ്പോൾ നിയമം മാറും. അതിന് കാരണം പറഞ്ഞു. ജാബിർ റളിയല്ലാഹു അൻഹു അങ്ങനെയാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മറുപടി പറഞ്ഞത്. എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ നേരത്തെ കന്യകത്വം നീങ്ങിയ പെണ്ണിനെ വിവാഹം കഴിച്ചു? ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, എനിക്ക് കുറച്ച് പെങ്ങന്മാരുണ്ട്. ആ പെങ്ങന്മാര് ചെറിയ പെൺകുട്ടികള്. ഞാനൊരു ചെറിയ പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നാൽ ആ പെൺകുട്ടികളെ പോലെ തന്നെ ഒരു പെൺകുട്ടിയായി എന്റെ വീട്ടിലുണ്ടായാൽ വേണ്ടതുപോലെ കാര്യം കിട്ടൂല. മറിച്ച് ഈ പെൺകുട്ടികളെ പരിചരിക്കാനും പോറ്റി വളർത്താനും പറ്റുന്ന ഒരു പെണ്ണാകണം ഞാൻ വിവാഹം കഴിച്ചു വരുന്നത് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ കന്യകത്വം നീങ്ങിയ പെണ്ണിനെ വിവാഹം കഴിച്ചത് എന്ന് പറഞ്ഞപ്പോ അപ്പോൾ ജാബിർ റളിയല്ലാഹു അൻഹുവിനെ യേസ് വെച്ചു, പറഞ്ഞതിനെ അംഗീകരിച്ചു. അത് നോക്കണം, കല്യാണം കഴിക്കുമ്പോ വെറും അവനവന്റെ കാര്യം നോക്കിയാൽ പോരാ, കുടുംബത്തിന്റെ കാര്യം കൂടി നോക്കണം, പെങ്ങന്മാരെ കാര്യം നോക്കണം, എല്ലാം നോക്കണം. അങ്ങനെയാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ, കാമിലായ മുഅ്മിനായ മനുഷ്യൻ വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്തേക്ക് ജാബിർ റളിയല്ലാഹു അൻഹു പോയി. എന്തിനു പോയി? കടം വീട്ടണല്ലോ, ബാപ്പന്റെ കടം വീട്ടണം. ബാപ്പന്റെ കടം വീട്ടാൻ ഈത്തപ്പഴം മുഴുവനും പറിച്ചെടുത്താലും കടം വീട്ടാൻ കഴിയൂല. പിന്നെയും കുറെ കടം ബാക്കിയാകും. അപ്പോൾ പിന്നെ അതിൽ നിന്ന് മുക്തി നേടണം. അതിന് ജാബിർ റളിയല്ലാഹു അൻഹു അതേ കടം കിട്ടാനുള്ളവരോട് പറഞ്ഞാൽ അവർ കേൾക്കൂല, അവർ ഒന്നും പൊരുത്തപ്പെട്ട് കൊടുക്കൂല. ജാബിർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് പോയ സംഭവം ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുകയാണ്. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഫസ്തഅൻതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇസ്തിഗാസ ചെയ്തു. ഇസ്തഅൻതു എന്ന് പറഞ്ഞാലും അതേപോലെ ഇസ്തഗസ്തു എന്ന് പറഞ്ഞാലും ഒക്കെ അർത്ഥം ഒന്നാണ്. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹായം തേടി. സുബ്ഹാനല്ലാഹ്. ഈ പുത്തൻവാദികളുണ്ട്, വയ്യാക നസ്തഈൻ, അല്ലാഹ് എന്നോട് മാത്രമേ സഹായം ചോദിക്കൂ എന്ന് പറഞ്ഞിന്. അതുകൊണ്ട് ഇനിയിപ്പോ ഒറ്റ നബീനോടും ചോദിച്ചുകൂടാ, ഒരു വലിയനോടും ചോദിച്ചുകൂടാ. മൗലവിനോട് ചോദിക്കാട്ടോ, മൗലവിനോട് ചോദിക്കാം. മൗലവി നിങ്ങൾ നമ്മുടെ നാട്ടിൽ വന്നിട്ട് പ്രസംഗം നടത്തി തരുമോ സഹായം ചോദിച്ചാൽ അതിന് കുഴപ്പമൊന്നുമില്ല. അപ്പൊ പിന്നെ ഇയ്യാക നസ്തഈൻ എവിടെ ഉണ്ടാവില്ല. അതേ സമയത്ത് അമ്പിയാക്കളെ മുഅ്ജിസത്ത് മുഖേന അമ്പിയാക്കളെ സഹായിക്കുമെന്നോ, ഔലിയാക്കളെ കറാമത്ത് മുഖേന ഔലിയാക്കളെ സഹായിക്കുമെന്നോ വിശ്വാസമുള്ള മുസ്ലിമീങ്ങൾ അവരോട് സഹായം ചോദിക്കുമ്പോൾ അവരെ പിടിച്ച് ഇസ്ലാമിന്റെ പുറത്താണെന്ന് പറയാൻ ഒരു മടിയുമില്ലാത്ത കക്ഷികൾ അവരാലോചിക്കണം. സഹീഹുൽ ബുഖാരിയിലെ ഹദീസ് പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു ചെല്ലുന്നു നബി തങ്ങളുടെ സമീപത്ത്. ഫസ്തഅൻതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹായം തേടി. ഇദസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ് എന്നൊരു ഹദീസിലുണ്ട്. ആ ഹദീസ് പഠിക്കാത്ത ആളല്ല മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞ ആളാണ്. ആ നബിക്കറിയാം ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ്. ഇദസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഔലിയാക്കളോട് തേടരുതെന്നല്ല, അമ്പിയാക്കളോട് തേടരുതെന്നല്ല. അതിന്റെ അർത്ഥം യാചിക്കാൻ പോകരുതെന്നാണ്. നീ അള്ളാഹുവിനോട് സഹായം തേടുക,
നീ യാചിക്കാൻ പോകാതിരിക്കുക. കഴിയുമെങ്കിൽ ഒരു വിഷയത്തിലും മറ്റൊരാളോട് സഹായം തേടാതെ സ്വന്തം തന്നെ ചെയ്യുക. അങ്ങനെയാണല്ലോ ചില മഹാന്മാർ അതെ അവരുടെ വാഹനപ്പുറത്തു നിന്ന് വടി നിലത്ത് വീണുപോയാൽ പോലും അതൊന്ന് എടുത്ത് പൊക്കിത്തരുമോ എന്ന് ചോദിക്കാതെ വാഹനത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് സ്വന്തം തന്നെ എടുത്തുകൊണ്ട് പ്രവർത്തിച്ച മഹാന്മാരുണ്ടല്ലോ. കാരണം വേറൊരാളോട് ചോദിച്ച് അവരെ പ്രയാസപ്പെടുത്തേണ്ടതില്ല, ഞാൻ തന്നെ അധ്വാനിക്കാം എന്ന് ചിന്തിക്കുന്ന മനസ്സ് അത് വളരെ നല്ല മനസ്സാണല്ലോ. അതുകൊണ്ട് ഒരു ഹദീസിൽ ചെരുപ്പിന്റെ വാർ അറ്റുപോയാൽ പോലും നിങ്ങൾ അല്ലാഹുവിനോട് സഹായം തേടിക്കോളൂ എന്ന് പറഞ്ഞതും ഹദീസിലുണ്ടല്ലോ. അതൊന്നും ഇതിന് എതിരല്ലല്ലോ. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു ഇമാം ബുഖാരി റിപ്പോർട്ടിന് ഹദീസിൽ കാണാം, ഫസ്തഅൻതുൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി തങ്ങളോട് സഹായം തേടി. അല്ലാഹുവിന്റെ സഹായം അമ്പിയാക്കൾ മുഖേന ലഭിക്കുന്നു, ഔലിയാക്കൾ മുഖേന ലഭിക്കുന്നു, പലര് മുഖേനയും ലഭിക്കുന്നു, മലക്കുകൾ മുഖേന ലഭിക്കുന്നു. അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന സഹായം ലഭിക്കാൻ നബിയോട് തന്നെ സഹായം ചോദിച്ചു. ഫസ്തഅൻതുൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടം കിട്ടാനുള്ള ആളുകളെയൊക്കെ വിളിച്ചു. അവരോട് കുറെ നിങ്ങൾക്ക് വിട്ടുകൊടുത്തുകൂടെ എന്ന് റെക്കമെൻഡ് ചെയ്തു. അവർ അതിന് സന്നദ്ധമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ മനസ്സിലാക്കി ഇതിങ്ങനെ സാധാരണ മാർഗത്തിലൂടെയുള്ള സഹായമാണ്. ഇങ്ങനെ ഒരു റെക്കമെൻഡ് ചെയ്യുക എന്നത് അതിപ്പോ അവർ അംഗീകരിക്കാതിരിക്കുമ്പോ അവർക്ക് കിട്ടാനുള്ള ഹക്കല്ലേ, അതിന് നിർബന്ധിക്കാനൊന്നും പറ്റൂലല്ലോ. നബി തങ്ങൾ എന്ത് ചെയ്തു? സഹായത്തിന് രണ്ട് വഴിയുണ്ടല്ലോ, സാധാരണ വഴിയുണ്ട്, അസാധാരണ വഴിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമതായി അസാധാരണ വഴിയിലൂടെ സഹായിക്കാൻ പോവാണ്. ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ജാബിറേ നിങ്ങളങ്ങ് നടന്നോ, ഞാനങ്ങ് വരും. നിങ്ങൾ എന്നെ ആളെ പറഞ്ഞേക്കണം. നിങ്ങൾ പോയിട്ട് എന്ത് വേണം? ഈത്തപ്പഴം മുഴുവനും പറിക്കണം. അത് പറിച്ച് ഓരോ ഇനങ്ങളും വെവ്വേറെയാക്കി വെക്കണം. അതിനുശേഷം ആളെ പറഞ്ഞേക്കണം, ഞാൻ അങ്ങോട്ട് വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ജാബിർ റളിയല്ലാഹു അൻഹു ചെയ്തു. നബി തങ്ങളെ വിളിക്കാൻ ആള് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് പോകുന്നു. സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഉണ്ട്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉണ്ട്. അവിടെ ചെന്നിട്ട് നബി തങ്ങളതാ ഈത്തപ്പഴത്തിന്റെ ഇടക്ക്, കാരക്കയുടെ ഇടക്ക് പോയി ഇരിക്കുന്നു. എന്നിട്ട് പറയുന്നു, കിൽഹും, അളന്നു കൊടുത്തോളൂ ജാബിറേ, കിട്ടാനുള്ളവരൊക്കെ വന്നോട്ടെ, എല്ലാവർക്കും അളന്നു കൊടുത്തോളൂ. എന്തേ ചെയ്തത്? നബി തങ്ങൾ അവിടെ പോയി ഇരുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ അവിടുന്ന് ഈത്തപ്പനയുടെ മധ്യത്തിലൂടെ ഒന്ന് നടന്നതേ ഉള്ളൂ. എന്നിട്ട് പറയാണ്, അളന്നു കൊടുത്തോളൂ. സുബ്ഹാനല്ലാഹ്, ഞാൻ അവർക്ക് മുഴുവനും അളന്നു കൊടുത്തു. ഫൗഫൈതുഹും, കിട്ടാനുള്ള മുഴുവൻ ആളുകൾക്കും കിട്ടാനുള്ളത് മുഴുവനും കിട്ടി. എല്ലാവരതും കടം മുഴുവനും ബാപ്പൻ്റെത് വീട്ടി. ഞാൻ ആ ഈത്തപ്പഴത്തിലേക്കൊന്ന് നോക്കുമ്പോ ഒരൊറ്റ ഈത്തപ്പഴവും ഒരൊറ്റ കാരക്കയും ചുരുങ്ങിയിട്ടില്ല. സുബ്ഹാനല്ലാഹ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് സാധാരണ മനുഷ്യനാണ് എന്ന് ഒരുത്തൻ പറയണമെങ്കിൽ ഈമാൻ തീരെ പോയാലല്ല അത് ഒരുത്തന് പറയാൻ കഴിയുമോ? ഈമാനിന്റെ ശകലമുള്ളവന് പറയാൻ കഴിയുമോ? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് അങ്ങനെ പറയാൻ കഴിയുമോ? അൽഹംദുലില്ലാഹ്, അല്ലാഹു നമുക്ക് ചെയ്ത നിഅമത്ത് എത്ര വലുതാണ്. അല്ലാഹു നമ്മൾ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ വക്താക്കളാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നൽകിയ സർവ്വ ബഹുമാനങ്ങളും അംഗീകരിക്കാനുള്ള ഭാഗ്യം അല്ലാഹു തന്നു. അവിടുത്തെ സഹാബത്തിന് അല്ലാഹു നൽകിയ സർവ്വ ബഹുമാനവും അംഗീകരിക്കാനുള്ള ഭാഗ്യം തന്നു. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് എല്ലാവരും റളിയല്ലാഹു അൻഹു പറഞ്ഞ് ബഹുമാനിച്ചു. അതേ സമയത്ത് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ആരും മിണ്ടൂല. കാരണം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് കൊടുക്കുന്ന ബഹുമാനമാണ്. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എല്ലാവരും പറഞ്ഞു. നമ്മളെ വാപ്പാന്റെ പേര് പറഞ്ഞാലോ കുഞ്ഞബ്ദുല്ലാഹി എന്ന് പറഞ്ഞാൽ ഞാനടക്കൊന്നും പറയൂല.
അല്ലേ? ചിലപ്പോ അള്ളാഹ് പുറത്തു കൊടുക്കട്ടെ എന്ന് പറയും. അതേസമയം സിദ്ദീഖ് റളിയല്ലാഹുവിനെ പറ്റി ഞാൻ അങ്ങനെ പറയൂല, അള്ളാഹ് പുറത്തു കൊടുക്കട്ടെ എന്ന് പറയൂല. പിന്നെ അള്ളാഹു തൃപ്തിപ്പെടട്ടെ എന്നേ പറയുള്ളൂ. പുറത്തു കൊടുക്കട്ടെ എന്ന് പറയുമ്പോ അതിൽ അത്ര ബഹുമാനാവൂല, ബഹുമാനത്തിന്റെ ആ തോത് കുറയും. അതുകൊണ്ട് പറയൂല. റളിയല്ലാഹു അൻഹു എന്ന് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചാരും റളിയല്ലാഹു അൻഹു എന്ന് പറയോ? ഇല്ലല്ലോ. എന്തുകൊണ്ട്? അവിടെ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയണം. അങ്ങനെയായാലേ ബഹുമാനാവുള്ളൂ. റളിയല്ലാഹു അൻഹു പറഞ്ഞാൽ മതിയാവില്ല. അതേ സമയത്ത് അതിന്റെ അപ്പുറം അതും പറയൂല. അതെ, അള്ളാഹുവിനെ സംബന്ധിച്ച് പറയുമ്പോ അല്ലാഹു ജല്ല ജലാലുഹു എന്ന് പറയും. അതുപോലെ അല്ലാഹു അസ്സ വജല്ല എന്ന് പറയും. നബി സല്ലല്ലാഹു അലൈഹി അസീസാണ്, ജലീലാണ്. നബി സല്ലല്ലാഹു അലൈഹി സംബന്ധിച്ച് പറയുമ്പോ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നല്ലാതെ മുഹമ്മദുൻ ജല്ല ജലാലുഹു എന്ന് പറയൂല, അസ്സ വജല്ല എന്ന് പറയൂല. അതിനൊക്കെ നമ്മളെ മുൻഗാമികൾ കാണിച്ചു തന്നിട്ടുണ്ട് എങ്ങനെയാണ് ആദരവ് പ്രകടിപ്പിക്കേണ്ടത്, എങ്ങനെയാണ് ബഹുമാനിക്കേണ്ടത്. ഒക്കെ നമ്മുടെ മുൻഗാമികൾ നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. ആ നിലക്കാണ് അലിയുൻ കറമല്ലാഹു വജ്ഹഹു. പലരും അലി റളിയല്ലാഹുവിന്റെ പേര് കേൾക്കുമ്പോ അലിയുൻ കറമല്ലാഹു വജ്ഹഹു എന്ന് പറയും. അത് സാധാരണ നിലക്ക് മറ്റു സഹാബികൾക്ക് പറയാറില്ല. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് അങ്ങനെ പറയാം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അലി റളിയല്ലാഹു അൻഹു കുട്ടിക്കാലത്ത് തന്നെ ഇസ്ലാമിലേക്ക് വന്നു. മഹാനവറുകൾ ഒരു ജീവിതത്തിൽ ഒരിക്കലും ഒരു വിഗ്രഹത്തിന് തലകുനിച്ചിട്ടില്ല. അതുകൊണ്ട് ആ മുഖത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അതിനാൽ കറമല്ലാഹു വജ്ഹഹു, അവിടുത്തെ മുഖം അല്ലാഹ് ആദരിക്കട്ടെ എന്നർത്ഥം വരുന്ന വാചകം അലി റളിയല്ലാഹു അൻഹുവിന് പറയുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങനെ തന്നെയാണെന്ന് പല പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും കറമല്ലാഹു വജ്ഹഹു പറയാറുണ്ട്. പക്ഷേ റളിയല്ലാഹു അൻഹു എന്നും കറമല്ലാഹു വജ്ഹഹു എന്നും രണ്ടും കൂടി പറഞ്ഞാൽ അതാണ് നല്ലത്. ഇതൊക്കെ ഇമാമികൾ രേഖപ്പെടുത്തി, ഓരോരുത്തരെ ആദരിക്കേണ്ട രൂപം വരെ രേഖപ്പെടുത്തി. അവിടെ പിന്നെ ഒരു വിവരമില്ലാത്ത വന്നിട്ട് ചോദിക്കുകയാണ്, സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്തിനാ റളിയല്ലാഹു അൻഹു പറയുന്നേ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞോ എന്റെ പേര് നിങ്ങളൊക്കെ റളിയല്ലാഹു അൻഹു പറയണോ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ കാണിച്ചു തന്നിനോ? അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇങ്ങോട്ട് വാ, ഉമർ റളിയല്ലാഹു അൻഹു അങ്ങോട്ട് പോയിക്കോ, അങ്ങനെ റളിയല്ലാഹു അൻഹു പറയണ്ടോ നബി തങ്ങൾ? ഇല്ലല്ലോ. പിന്നെ നബികൾ ചെയ്യാത്ത നമ്മൾ എന്നെ ചെയ്യാ എന്ന് പറഞ്ഞ് സിന്ദാബാദും വിളിച്ചെത്താൻ വന്നാൽ മതിയോ? ഓ മനുഷ്യ, ആദരിക്കപ്പെടേണ്ടതെങ്ങനെ, ആദരിക്കേണ്ടതെങ്ങനെ, ഓരോരുത്തരെയും ആദരിക്കേണ്ടതെങ്ങനെ, അതെല്ലാം നമ്മുടെ മുൻഗാമികളായ ഇമാമിങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് ഇതൊക്കെ. അവർക്കറിയാം എങ്ങനെയാണ് ഖുർആൻ മനസ്സിലാക്കേണ്ടത്, എങ്ങനെയാണ് ഹദീസ് മനസ്സിലാക്കേണ്ടത്, എങ്ങനെയാണ് ആദരിക്കേണ്ടത്, എങ്ങനെയാണ് സ്നേഹം പ്രകടിപ്പിക്കേണ്ടത്. അതറിയാവുന്ന ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. റളിയല്ലാഹു അൻഹു പറയണം സഹാബത്തിന്റെ പേര് കേൾക്കുമ്പോ, അതുപോലെ മഹാന്മാരെ പേര് കേൾക്കുമ്പോ അതനുസരിച്ച് മുസ്ലിം ലോകം മുഴുവനും അത് അംഗീകരിച്ച് റളിയല്ലാഹു അൻഹു പറയുന്നു. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പന ആവശ്യമില്ല, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിർദ്ദേശം ആവശ്യമില്ല. ഒരു നേതാവ് വരുമ്പോ ആൾക്കാരൊക്കെ കൂടി തക്ബീറിൽ സ്വീകരിക്കുന്നു. അയാൾ പറഞ്ഞോ ഞാൻ വരുമ്പോ എല്ലാവരും തക്ബീറിലാണോ? ചോദിക്കുന്നവൻ വിഡ്ഢിയല്ലേ? അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ബഹുമാനപ്പെട്ട ഞാനും ഷെയ്ഖ് മാസൂം തന്നെ പണ്ടൊരു ചങ്ങാതി. അതുപോലെ അവനവനെ ബഹുമാനിക്കണമെന്ന് ഒരാൾ പറയല, അത് കണ്ടറിഞ്ഞു ചെയ്യേണ്ട സംഗതിയല്ലേ? ഇത് ഏത് ബുദ്ധിയുള്ളവനാ മനസ്സിലാകാത്തത്? അപ്പൊ സുഹൃത്തുക്കളെ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നബിതങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഉമർ റളിയല്ലാഹു അൻഹും എല്ലാവരും പോയി. അവിടെ വെച്ചാണല്ലോ നബിതങ്ങളുടെ ഈ വലിയ മുഅ്ജിസത്ത് ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വെച്ച് നടന്നത്. അതിനെ സംബന്ധിച്ച് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറഞ്ഞതും ബുഖാരിയിൽ കാണാം, ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതും കാണാം. നബിതങ്ങൾ അങ്ങനെ പോകുന്നത് കണ്ടപ്പോൾ തന്നെ അത് അലിംനാ, ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു, അത് സംഭവിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. കാരണം നബിതങ്ങളോട് ഇസ്തിഗാസ ചെയ്തതാണല്ലോ ജാബിർ റളിയല്ലാഹു അൻഹു. അതിന് പരിഹാരം വേണമല്ലോ. അത് നബിതങ്ങളുടെ ആ പോക്കിലൂടെ തന്നെ അതിന് പരിഹാരമാകുമെന്ന കാര്യം ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു എന്ന് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഹദീസിൽ കാണാം. അവരെല്ലാം
ഹബീബിന്റെ ബഹുമാനം ഉൾക്കൊള്ളുകയും അതങ്ങനെ തന്നെ അംഗീകരിക്കുകയും അത് ലോകത്തിന് പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് ഇസ്ലാം ഈ ലോകത്ത് പ്രചരിപ്പിച്ചത്. അവരെ പിന്തുടർന്ന് ജീവിക്കുന്ന സർവ മഹാന്മാരും അങ്ങനെ തന്നെയാണല്ലോ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹുവിനെ ഞാൻ വഴിക്ക് വെച്ച് കണ്ടുമുട്ടി. അബൂ ബുർദ റളിയല്ലാഹു അൻഹു പറയാണ്, എന്നോട് പറഞ്ഞു, നിങ്ങൾ വരൂ എൻ്റെ കൂടെ, എൻ്റെ വീട്ടിലേക്ക് വരൂ. എന്നാൽ എന്താ ചെയ്യുക? എൻ്റെ വീട്ടിൽ വന്നാൽ അതാ അസ്തീക നിങ്ങളെ ഞാൻ കുടിപ്പിക്കും. ബിഖദ്ഹിൻ ശരിബ ഫീഹി റസൂലുള്ളാഹി. നബിതങ്ങൾ കുടിച്ച ഒരു കോപ്പയുണ്ട് എൻ്റെ വീട്ടിൽ. ആ കോപ്പയിൽ നിങ്ങൾക്ക് ഞാൻ കുടിപ്പിക്കാം. നബിതങ്ങൾ കുടിച്ച കോപ്പയിൽ ഒന്ന് കുടിച്ചു കിട്ടിയാൽ ആ ചുണ്ട് വെച്ച സ്ഥലത്തൊന്ന് ചുണ്ട് വെക്കാൻ കഴിഞ്ഞാൽ അത് വലിയ ബറക്കത്താണെന്ന് അതാ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു ആകുന്ന സഹാബി വിശ്വസിക്കുന്നു. താബീങ്ങളെ അത് പഠിപ്പിക്കുന്നു, അംഗീകരിപ്പിക്കുന്നു. ഇനി നിങ്ങൾക്ക് കാണണോ സഹീഹുൽ ബുഖാരി മറിച്ചു നോക്കൂ. തിങ്കളാഴ്ച മരിക്കുന്നതിനെ കുറിച്ച് പറയുന്ന അധ്യായം. അങ്ങനെ ഒരു അധ്യായം സഹീഹുൽ ബുഖാരിയിലുണ്ട്. നമുക്കറിയാം വെള്ളിയാഴ്ച മരിച്ചാൽ അത് വലിയ മഹത്വമുള്ളതാണ്. വെള്ളിയാഴ്ച രാവിലോ പകലിലോ മരണപ്പെട്ടാൽ ഖബറിൽ ഇളവുള്ളതാണ്. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ആ ഹദീസ് ബുഖാരിയിലില്ല, വേറെ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലാണുള്ളത്. ഇമാം ബുഖാരി എന്തുകൊണ്ടത് റിപ്പോർട്ട് ചെയ്തില്ല? ഇമാമിങ്ങൾ പറയുന്നു, ഇമാം ബുഖാരിക്ക് ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഒരുപാട് നിബന്ധനകളുണ്ട്. ആ നിബന്ധനകളെല്ലാം ഒത്താലേ റിവായത്ത് ചെയ്യൂ. ആ നിബന്ധനകൾ ഒത്തുകിട്ടിയില്ല. പക്ഷേ ഇമാം ബുഖാരിക്ക് നിബന്ധന ഒത്തുകിട്ടിയ ഒരു ഹദീസ് ഉണ്ട്. അതെന്താണ്? തിങ്കളാഴ്ച മരിക്കുന്നതിന്റെ ബഹുമാനം പറയുന്ന ഹദീസ് സഹീഹുൽ ബുഖാരിയിൽ കാണാം. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ മരണം സംഭവിക്കുന്ന രോഗത്തിൽ ചോദിക്കുകയാണ്, ഇന്നത്തെ ദിവസം ഏതാണ്? തിങ്കളാഴ്ചയാണെന്ന് മറുപടി കിട്ടിയപ്പോൾ ഇന്ന് അതാ വൈകുന്നേരമായി രാത്രിയാകുന്നതിന് മുമ്പ് എൻ്റെ റൂഹ് പിടിക്കപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്തേ കാരണം? അല്ലാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത് തിങ്കളാഴ്ചയാണല്ലോ. ആ തിങ്കളാഴ്ച മരിച്ചാൽ അതിന്റെ ഒരു ബറക്കത്ത് കിട്ടുമല്ലോ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിശ്വസിക്കുന്നു. ഈ ബറക്കത്തിൽ വിശ്വസിക്കുന്ന മഹാന്മാരൊക്കെ ഇസ്ലാമെന്ന് പുറത്തുപോയി എന്നാണോ പുത്തൻവാദി പറയുന്നത്? എങ്കിലടോ മനുഷ്യ, നിനക്ക് എവിടുന്ന് ദീന് കിട്ടി? നിനക്കാര് ഖുർആൻ കൈമാറി? നിനക്ക് എവിടുന്ന് ഹദീസ് കിട്ടി? ഈ സഹാബത്തൊക്കെ വിശ്വസിച്ച വിശ്വാസം അത് അംഗീകരിക്കുന്നവർക്കാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, നിങ്ങളാണ് ഭാവിയിൽ സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ പ്രവർത്തനവും നടത്തി സുന്നത്ത് ജമാഅത്ത് നിലനിർത്തേണ്ടവർ നിങ്ങളാണ്. അതിനാൽ നല്ല ഫഹ്മോടുകൂടെ അഖ്ലോടുകൂടി അധ്വാനത്തോടുകൂടി നിങ്ങൾ ധാരാളം ഇൽമു പഠിക്കണം. ഇൽമിൽ തന്നെ സമയം ചെലവഴിക്കണം. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുൻപല്ല് പൊട്ടിത്തെറിച്ച് പോറ്റിയ ദീനല്ലേ? അവിടുത്തെ തലയിൽ നിന്ന് രക്തം പൊട്ടി ഒലിച്ച് പോറ്റിയ ദീനല്ലേ? അവിടുത്തെ കാലിൽ നിന്ന് രക്തം പൊട്ടി ഒലിച്ച് പോറ്റിയ ദീനല്ലേ? അവിടുന്ന് നാടും വീടും വിട്ടുപോയി പോറ്റിയ ദീനല്ലേ? എന്തെല്ലാം ത്യാഗങ്ങൾ സഹിച്ചു. ആ നബിതങ്ങളെ ഖൽബിന്റെ അടിത്തട്ടിൽ സ്നേഹിക്കുമ്പോൾ അവിടുന്ന് ത്യാഗം സഹിച്ച് വളർത്തിയെടുത്ത പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് എനിക്കെന്ത് സേവനം ചെയ്യാൻ കഴിയും? ഈ ചിന്ത നമ്മളെ ഖൽബിൽ വളരണം.
അതിന് ഇസ്ലാമിന് സേവനം ചെയ്യാൻ ഏറ്റവും വലിയ സംഗതിയാണ് നമ്മൾ ആലിമീങ്ങളാവുക. കുന്നാലിമൻ, നീ ഒരു ആലിമാവുക, അഥവാ ആലിമായി ജീവിക്കുക. ഔ മുതഅല്ലിമൻ, അല്ലെങ്കിൽ അധ്വാനിച്ച് പഠിക്കുന്ന മുതഅല്ലിമാവുക. ഔ മുസ്തമിഅൻ, അല്ലെങ്കിൽ ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കുന്നവനാവുക. ഇനി അഥവാ നിനക്ക് ആലിമാകാൻ പറ്റിയില്ല, മുതഅല്ലിമാകാൻ പറ്റിയില്ല, കേട്ട് ശ്രദ്ധിച്ച് പഠിക്കാൻ കഴിഞ്ഞില്ല, എന്നാൽ ഔ മുഹിബ്ബൻ, ഇൽമിനെ സ്നേഹിക്കുന്നവനാകണം. ഫലാ തകുൻ ഖാമിസാ, അഞ്ചാമനാകല്ലേ. ഇൽമിനെ സ്നേഹിക്കുമ്പോ ഇൽമു പഠിക്കുന്ന മുതഅല്ലിമീങ്ങളോട് സ്നേഹമുണ്ടാകും, ഇൽമു പഠിപ്പിക്കുന്ന ആലിമീങ്ങളോട് സ്നേഹമുണ്ടാകും, ഇൽമു പഠിപ്പിക്കുന്ന ദർസിനോട് സ്നേഹമുണ്ടാകും, ഇൽമു പഠിപ്പിക്കുന്ന കോളേജിനോട് സ്നേഹമുണ്ടാകും, ഇൽമുമായി ബന്ധപ്പെട്ടതിനോടൊക്കെ സ്നേഹമുണ്ടാകും. ആ സ്നേഹത്തിന്റെ അടിസ്ഥാനം ഈ ഇൽമു മുഴുവനും ലോകത്ത് പഠിപ്പിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹമാണ്. ത്യാഗം ചെയ്ത് പഠിക്കണം, പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കണം. ആലിമീങ്ങളെ നിന്ദിക്കുന്ന യാതൊരു പാർട്ടിയിലും ഒരിക്കലും പെട്ടുപോകരുത്. ഞാൻ വലിയ നേതാവാകണം അങ്ങനെ വിചാരിക്കരുത്. കുൻ ദനബൻ ലാ തകുൻ റൈസൻ എന്ന് പറഞ്ഞു മോനെ, നീ ബാലാകാൻ നോക്കോ, തലയാകാൻ നോക്കണ്ട. ബാലാകാൻ നോക്കോ, തലയാകാൻ നോക്കണ്ട. എന്റെ മുമ്പ് പറഞ്ഞു, കാരണം വെട്ട ആദ്യം വരുക തലക്ക, ബാലിന് വിട്ടങ്ങനെ വരൂല. അതുകൊണ്ട് തലയാകാൻ നോക്കണ്ട, നീ ബാലാകാൻ നോക്കോ. അബ്ദുൽ വഹാബ് ഷാറാനി റളിയല്ലാഹു അൻഹു എടുത്ത് ഉദ്ധരിക്കുകയാണ്. അപ്പൊ നമ്മള് ഇല്ലാത്ത സ്ഥാനമൊന്നും അഭിനയിച്ച് നടക്കാനൊന്നും പോകരുത്. ഉള്ളതുമല്ല അവിടെ നിൽക്കണം, ഉള്ളതുമല്ല നിൽക്കണം. ഇല്ലാത്ത സ്ഥാനം അഭിനയിച്ച് ഞാൻ വലിയ ആളാണ് എന്ന് വരുത്തി തീർക്കാനൊന്നും ഒരാളും പോകരുത്. ഇപ്പോഴത്തെ കാലം എന്ന് പറഞ്ഞാല് അബ്ദുൽ വഹാബ് ഷാറാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇസ്ലാമിന് ആരെടുത്തും ഇല്ല, പിന്നല്ലേ ഷെയ്ഖ് എന്ന് പറഞ്ഞു. മുസ്ലിമീങ്ങൾ എന്നെങ്കില്ല, ശരിക്കും ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്നവരെന്നില്ല. ഓരോരുത്തരും ഇങ്ങനെ സുബ്ഹാനല്ലാഹ് ഞാൻ വലിയ ആളാണെന്നും വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോൾ ഞാനത് കൂടുതലായി സംസാരിക്കുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് വേണം? അള്ളാഹുവിന് ഔലിയാക്കളുണ്ട്, ആരിഫീങ്ങളുണ്ട്. ഔലിയാക്കള് ചിലപ്പോ ആരായിരിക്കും എന്നറിയാം നിങ്ങൾ? ഔലിയാക്കള് ചിലപ്പോ നമ്മളെ വയലിൽ പണിയെടുക്കുന്ന ആളായിരിക്കും, പാടത്ത് പണിയെടുക്കുന്ന എത്രയോ ഔലിയാക്കൾ ഉണ്ടാവും. അതുപോലെ മത്സ്യം വിൽക്കുന്ന കൂട്ടത്തിൽ ഔലിയാക്കൾ ഉണ്ടാവും. അതുണ്ടാവോ? ജ്വല്ലറിയിലുള്ള ഔലിയാക്കളാവും. മത്സ്യം വിൽക്കുന്ന കൂട്ടത്തിൽ ഔലിയാക്കൾ ഉണ്ടാവും. സുബ്ഹാനല്ലാഹ്, മത്സ്യം വിൽക്കൽ തെറ്റാ? സുബ്ഹാനല്ലാഹ്, ഔലിയാക്കൾ, അള്ളാഹുവിന്റെ ഔലിയാക്കൾ. മഹാനായ അബ്ദുൽ വഹാബ് ഷാറാനി റളിയല്ലാഹു തആല അൻഹു തങ്ങള് പറഞ്ഞു, വഖദ് സഅല ശഖ്സുൻ മിൻ ഇഖ്വാനിനാ, നമ്മുടെ സുഹൃത്തുക്കളിൽപ്പെട്ട ഒരാള് ചോദിച്ചു. സുബ്ഹാനല്ലാഹ്, അതിപ്പോ വിശദീകരിക്കുന്നില്ല. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, മൻ ബറസ ഇലൽ ഖൽഖി ബി മനാമിൻ റഅഹു, ഉറക്കിൽ സ്വപ്നം കണ്ടിട്ട് ശൈഖാകുന്നു ചൊല്ലി. സ്വപ്നത്തിൽ ഇനി ശൈഖായിക്കോ എന്ന് വേറെ ഒരാൾ പറഞ്ഞു. സ്വപ്നത്തിൽ ശൈഖായി. അല്ല, ഈ കാലഘട്ടത്തിലുള്ള ശരിയായ സൂഫിയല്ല. സൂഫിന്റെ പേരും പറഞ്ഞ് നടക്കുന്ന ചില ആളുകൾ ഇങ്ങനെ ഷെയ്ഖായിക്കോ എന്ന് ഷെയ്ഖാകുന്നുണ്ട്. സ്വപ്നം കാണുന്നവനൊക്കെ ഷെയ്ഖ്. ഇമാം ഷാറാനി റളിയല്ലാഹു അൻഹു പറയാണ്, ഓ പിന്നെ ഷെയ്ഖിന്റെ പണിയാ, എനിക്ക് എന്താ ജോലി എന്ന് ചോദിച്ചാൽ എനിക്ക് പണി ഷെയ്ഖിന്റെ പണി. അങ്ങനെ ചില ആൾക്കാർ ഇക്കാലഘട്ടത്തിൽ ശരിയായ ഇതിന് കിട്ടി മഹാന്മാരിൽ നിന്ന് ശൈഖാകാനുള്ള അനുമതി കിട്ടിയവരെ നമ്മൾ കാണുന്നില്ല. ഉറക്കാർക്കുള്ളതല്ല സമ്മതം, ഉറക്കുന്ന കിട്ടേണ്ടതല്ല. അത് വലിയ വലിയ മഹാന്മാരിൽ നിന്ന് ലഭിക്കേണ്ടതാണ്. ഈ സാവിയത്തിലിരിക്കുന്ന ചില ആൾക്കാരുണ്ടല്ലോ, അവരെ പറ്റി പറയാണ്. ചില സാവിയത്ത് പോയിരിക്കുന്ന ചില ആൾക്കാര് അവരെ സമ്മതം വജഅലൂലഹും തലാമിദത്തൻ, എന്നിട്ട് അവര് തന്നെ അവർക്ക് കുറെ ശിഷ്യന്മാരെ ഉണ്ടാക്കി. ഇതിനും ലായ്ബറത്തബി, അതിനൊരു പരിഗണന ഇല്ലട്ടോ. അതൊക്കെ കിട്ടേണ്ടവരെന്ന് കിട്ടണം. വഖദ് സഅല ശഖ്സുൻ മിൻ ഇഖ്വാനിനാ സയ്യിദി ശൈഖ് ആരിഫ് ബില്ലാഹ് അബ്ദുൽ ഖാദിർ ദസ്തൂതി, മഹാനവറുകളോട് ചോദിച്ചു, അനിൽ മശായിഖ് അല്ലദീന ഫീ സവായ ഫീ അസ്രിഹി, മഹാനവറുകളുടെ കാലഘട്ടത്തിൽ സാബിയത്ത് കുത്തിരിക്കുന്ന ചില ആളുകളെ പറ്റി. വഅയ്യന മിൻഹുൽ മസ്ഫിയ വദ്ദാകിറ ഹൽ ഹും ഔലിയാ ഖാല വല്ലാഹി അബലദി,
هؤلاء كلهم لم يسموا طريق الفقراء هؤلاء بعيدون عن المقصود إنما هم فقراء قليل الأدب ولكن الأولياء أصحاب القدم لكن الأولياء أصحاب القدم يا ولدي كثير ഔലിയാക്കൾ ധാരാളുണ്ട് മോനെ. പക്ഷെ അവരാരാന്ന് പറയുന്നത് നീ ചിലപ്പോ നീ വിചാരിക്കുന്ന ഈ കോപ്പിരാട്ടി കാണിക്കുന്നവരൊന്നല്ല. അതിൽ ചിലരെ പറഞ്ഞു കൊടുത്ത് തബ്ബാഖീന, പണി കുക്കിന്റെ പണിയാ, കുക്കിന്റെ പണിയെടുക്കുന്ന ഔലിയാക്കള്. ജമാഅത്തിന് സയ്യാത്തീന, ജയ്തണ്ണ വെക്കുന്ന ഔലിയാക്കള്. കൂട്ടത്തിൽ ആ മഹാനെയും പറഞ്ഞു കൊടുത്തു. അപ്പൊ സുഹൃത്തുക്കളെ, ഔലിയാക്കൾ ധാരാളം ഉണ്ടാകും. പക്ഷേ അത് കുറെ അഭിനയം കളിക്കുന്നവരാണ് എന്ന് തെറ്റിദ്ധാരണ ഉണ്ടാകാൻ പാടില്ല. ഔലിയാക്കൾ ഈ ഇരിക്കുന്ന സദസ്സിൽ ഔലിയാക്കൾ ഉണ്ടാകും. അതേപോലെ തന്നെ നമ്മളെ കൂടെ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ, ജോലി ചെയ്യുന്നവരിൽ പലരും ഔലിയാക്കൾ ഉണ്ടാകും. അല്ലാഹുവിന്റെ ഔലിയാക്കൾ ആരാണെന്ന് നമുക്ക് അങ്ങനെ പെട്ടെന്ന് പറയാൻ കഴിയൂല. അതുകൊണ്ടാണ് സർവ്വ മുഅ്മിനീങ്ങളെയും ആദരിക്കണമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഔലിയാക്കൾ ഇല്ലെന്ന് പറയരുത്, ഔലിയാക്കളുണ്ട്. പക്ഷേ ഇന്നത്തെ കാലം എങ്ങനെയാണ്? ബഹുമാനപ്പെട്ടവർ പറയാണ്, ഇന്നത്തെ കാലം എന്ന് പറയുന്നത് യാതൊരു അടിസ്ഥാനവുമില്ലാതെ അതേ ഏതോ ഒരു ശൈത്താനോ ജിന്നോ ഉറക്കിലോ അല്ലാതെയോ ശബ്ദിക്കുന്നത് കേട്ടാൽ അതാ ഞാൻ വലിയ മഹാനായി എന്ന് വിചാരിക്കുന്നവരുണ്ട്. فيجمع له جماعة من العوام من أهل الصناع وغيرهم فتارة يجلس في بلده وتارة يطوف البلاد ويكلف العباد في هذه الأيام الكدرة النكرة على الخاص والعوام وهو مع هذا يدعي أنه قائم في الخلق مقام نبيه صلى الله عليه وسلم. ഞാൻ നബി തങ്ങളുടെ ഖലീഫയാണെന്ന് വാദിച്ച് സുബ്ഹാനല്ലാഹ് വ്യാജവാദം വാദിച്ച് ശൈഖായി പുതിരുന്ന ഒരുപാട് ആളുകളുണ്ട്. വഖഫാ ബിദാലിക കുഫ്റൻ വജലൻ വസൂഅ അദബ്. അത് കുഫറിനത് മതി, വിവരക്കേടിനത് മതി, അദബ് കേടിനത് മതി. വൈനൽ മഖാമു മിനൽ മഖാം, ശരിയായ സ്ഥാനവും ഇവര സ്ഥാനവും ഇവിടെ. വൈനൽ മലായികത്തു മിനശ് ശയാത്തീൻ, ജനങ്ങളെ പിഴവിലേക്ക് നയിക്കുന്ന ശൈത്താന്മാര് നയിക്കുന്ന ഈ കക്ഷികളും മലക്കുകൾ നയിക്കുന്നവരും പല അംരീ. സത്യം ചെയ്ത് ഞാൻ പറയട്ടെ, ഇന്നൽ ഫലാഹീന വഅഹ്ല സനായി അഹ്സനു ഹാലൻ വഅഖറബു ഇലല്ലാഹി തആല മിൻ ഹൗലാഇൽ മുദ്ദഈൻ. ഞാൻ വലിയ ശൈഖാണെന്ന് വാദിച്ച് നടക്കുന്ന ഇവരെക്കാൾ എത്രയോ നല്ലത് കൃഷി ചെയ്യുന്ന കർഷകരാണ് കേട്ടോ. അതേപോലെ തന്നെ അല്ലാഹുമായി അടുത്തവർ തൊഴിലിന് പോകുന്ന തൊഴിലാളികളാണ് കേട്ടോ. അവരൊക്കെ ജോലി ചെയ്ത് ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുകയാണ് കാലമത്രയും. ഈ ശൈഖ് വാദം വാദിക്കുന്നവര് അവരെ കാലം മുഴുവനും സൃഷ്ടികളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി അധ്വാനിക്കുന്നവരാണ്. ആലിമീങ്ങളെ മതിപ്പ് കുറക്കാൻ, ശരീഅത്തിന്റെ നിയമം കളയാൻ, ദീനിൽ നിന്ന് ജനങ്ങളെ അകറ്റാൻ. لأنهم يقصدون بخلوتهم ورياضتهم وذكرهم في بعض الأوقات التميز على الخلق. അവർ ചിലപ്പോൾ ദിക്ർ ചൊല്ലുന്നതും ചിലപ്പോൾ ആളുകളെ കൂട്ടിച്ചേർക്കുന്നതും അതെല്ലാം ജനങ്ങളിൽ ഞങ്ങൾക്കൊരു മഹത്വമുണ്ടെന്ന് വരുത്തി തീർക്കാനാണ്. അവരുദ്ദേശിക്കുന്ന ചില ആശയങ്ങളിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാനാണ്. അതുകൊണ്ട് തന്നെ അതിലൊന്നും തന്നെ മുസ്ലിമീങ്ങൾ പെട്ടുപോകരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് ഖൽബിൽ ഈമാൻ തന്നിട്ടുണ്ടെങ്കിൽ ആ ഈമാൻ കളയാൻ പോകരുത്. ആ ഈമാൻ നിലനിർത്താൻ ആവശ്യമായ ഇൽമ് പഠിക്കണം, പഠിച്ചവരിൽ നിന്ന് കേൾക്കണം, അത് പ്രാവർത്തികമാക്കണം, കൃത്യമായി നിസ്കരിക്കണം, നോമ്പെടുക്കണം, കുടുംബബന്ധം ചേർക്കണം, ബാപ്പ ഉമ്മയെ പരിഗണിക്കണം, പ്രായമുള്ളവരെ ആദരിക്കണം, അയൽവാസികൾക്ക് നന്മ ചെയ്യണം, അതുപോലെ കുട്ടികളോട് കാരുണ്യം ചെയ്യണം, പഠിക്കുന്ന മുതഅല്ലിമീങ്ങളോട് ആദരവ് കാണിക്കണം, ആലിമീങ്ങളോട് ബഹുമാനം പ്രകടിപ്പിക്കണം, സയ്യിദന്മാരെ സ്നേഹിക്കണം. അങ്ങനെ ആദാബുകൾ മുഴുവനും പാലിച്ച് അല്ലാഹുവിന്റെ മുമ്പിൽ ഞാൻ ഏറ്റവും പാവപ്പെട്ടവനാണ്, എല്ലാവരും എന്നെക്കാൾ നല്ലവരാണ്, എല്ലാവരും എന്നെക്കാൾ ഉയർന്നവരാണ്, പടച്ച റബ്ബിന്റെ അടുക്കൽ ഏറ്റവും ചെറിയവനും താഴ്ന്നവനും ഞാനാണ് എന്ന ചിന്തയോടുകൂടെ ജീവിക്കണം.
അപ്പോഴാണ് മനുഷ്യന് എല്ലാ ഫലങ്ങളും ലഭിക്കുന്നത്. അബ്ദുല്ലാഹ് ഷാറാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, സ്വന്തം കീശയിൽ കിട്ടാനല്ല, സ്വന്തം തീറ്റി റെഡിയാകാനല്ല, സമൂഹത്തിന് വേണ്ടി ജീവിക്കണം മനുഷ്യൻ. ഓ മഹാനായ ഇമാം ഷാറാനി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ കേട്ടില്ലേ, രണ്ട് നായകൾ തമ്മിലൊരു സംവാദം നടന്നു. രണ്ട് നായകൾ തമ്മിലൊരു സംവാദം. ഏത് നായ? ഒന്ന് നമ്മൾ എല്ലാ ദിവസവും പത്രത്തിൽ കാണുന്ന നായ, തെരുവ് നായ. തെരുവ് നായയും രാജാക്കന്മാര് വേട്ടയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വേട്ടനായയും തമ്മിലൊരു സംവാദം. മഹാനായ അബ്ദുൽ ഷാറാനി റളിയല്ലാഹു അൻഹു പറയാണ്, എന്തേ ഈ നായകൾ തമ്മിൽ നടന്ന സംവാദം എന്താണ്? قد تناظر قلب السوق وقلب السيد فقال قلب السوق لقلب السيد ما لك لا ترضى بالكسر التي على المزابل مثلي وتجتنب الملوك والأمراء وأبناء الدنيا. ഈ തെരുവ് നായ്ക്കൾ ചോദിക്കാണ്, രാജാക്കന്മാര് വേട്ടക്ക് കൊണ്ടുപോകുന്ന നായ്ക്കളോട് ചോദിക്കാണ്, എന്താ നമ്മളെ പോലെ തന്നെ അവിടുന്ന് ഇവിടുന്നൊക്കെ പെറുക്കി തിന്നാ പോരെ നിനക്കും? നീ രാജാക്കന്മാരെ കൂടെ, അതുപോലെ നേതാക്കന്മാരുടെ കൂടെ, ഗവർണറെ കൂടെ, അതുപോലെ ഈ ദുനിയാവിൽ വലിയ സ്ഥാനമുള്ളവരുടെ കൂടെ നീ എന്തിനാ പോത്? നിനക്കും ഞങ്ങളെ പോലെ തന്നെ ഈ അവിടുന്ന് ഇവിടുന്നൊക്കെ കിട്ടുന്നത് പെറുക്കി തിന്നാ പോരെ? അപ്പോ ഫഖാല കൽബു സൈദിൽ കൽബു സൂഖ്, തെരുവ് നായയോട് വേട്ടനായന്റെ മറുപടി, അന ഞാന് വൈൻ ഖാലത്തുൽ മുലൂക വഗൈറഹും, ഞാൻ രാജാക്കന്മാരെ കൂടെയും വലിയ വലിയ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കൂടെയൊക്കെ ഞാൻ പോവും. വഗൈറഹും ഫഅന മുതഅഫിഫുൻ അമ്മാ ബിയദൈഹിം, പക്ഷേ ഞാൻ ഒരിക്കലും അവരെ കയ്യിലുള്ളത് എനിക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കലില്ല. അവരെ കയ്യിലുള്ളത് എനിക്ക് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കാറില്ല. ലാ ആകുലു മിൻഹു ശൈഅൻ, അവർക്ക് വേണ്ടി ഞാൻ വേട്ടയാടാൻ പോകും, ഞാൻ വേട്ടയാടി പിടിക്കും. വസ്താദുലുഹും ലാ ലിനഫ്സി, ഞാൻ ആ വേട്ടയാടി പിടിക്കുന്നത് എനിക്ക് തിന്നാനല്ല, അവർക്ക് വേണ്ടി വേട്ടക്ക് പോവുകയാണ് ഞാൻ. അത് ഞാൻ വേട്ടയാടിയിട്ട് അവർക്ക് കൊടുക്കുകയാണ്. അങ്ങനെ ഞാൻ അവർക്ക് ഗുണം ചെയ്തു കൊടുക്കുകയാണ്. ഓ സുഹൃത്തുക്കളെ, ചിലര് ചോദിക്കും, അതെ വലിയ വലിയ ആലിമിയക്ക് അവിടെ സ്ഥാനം കിട്ടുന്നുണ്ട്, ഇവിടെ സ്ഥാനം കിട്ടുന്നുണ്ട്. അപ്പൊ ചിലർക്ക് കണ്ണുകടി ഉണ്ടാവും, അവര് ചോദിക്കും. പക്ഷെ ആ ആലിമിയങ്ങൾക്ക് വെറുതെ കിട്ടുകയല്ല. പിന്നെയോ ആ രാജാക്കന്മാരെയും ആ പണക്കാരെയും ഒക്കെ സ്വർഗത്തിലെത്തിക്കാൻ വേണ്ടിയുള്ള അധ്വാനത്തിലാണ് ഈമാനും തഖ്വയും പ്രചരിപ്പിക്കുന്ന ആലിമീങ്ങൾ. അത് അവർക്ക് കിട്ടാനല്ല, ഇവരെ സ്വർഗത്തിലെത്തിക്കാനാണ്. അതിനാൽ ولذلك علموني واكرموني وقربوني واجلسوني على فراشهم ولم ينظروا لخصاصتي نروا شرف همتي. ഈ വേട്ടനായയുടെ മറുപടിയാണ്, അവർക്ക് വേണ്ടി ഞാൻ പ്രവർത്തിച്ചപ്പോ എനിക്ക് കിട്ടണമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ പിടിച്ചു കൊണ്ടുവരുന്ന വേട്ടമൃഗത്തിന്റെ ഒരു ചെറിയ അംശം പോലും ഞാൻ തിന്നാൻ വിചാരിച്ചിട്ടില്ല. അവർക്ക് വേണ്ടിയുള്ള അധ്വാനമാണ്. അങ്ങനെ ഞാൻ അധ്വാനിച്ചപ്പോൾ അല്ലാമൂനി, ആ രാജാക്കന്മാരെന്നെ ബഹുമാനിച്ചു. വഅക്രമൂനി, അവരെന്നെ ആദരിച്ചു. വഖറബൂനി, അവരുടെ സമീപത്തേക്ക് എന്നെ വിളിച്ചു. വഅജ്ലസൂനി അലാ ഫിറാശിഹിം, അവരിയ്ക്കുന്ന സ്ഥലത്ത് എന്നെ ഇരുത്തി. വലം യൻദുറൂ ലിഖസാസതി, ഞാൻ നായയല്ലേ എന്നുള്ളത് അവർ നോക്കിയില്ല. ഹീന റൗ ശറഫ ഹിമ്മതി, സ്വന്തം കാര്യം നോക്കാതെ അവർക്ക് വേണ്ടി ഞാൻ അധ്വാനിച്ചപ്പോൾ ആ എൻ്റെ ഹിമ്മത്ത്, എൻ്റെ മനക്കരുത്ത്, ആ മനക്കരുത്ത് അവര് കണ്ടപ്പോൾ അവരതാ എന്നെ ആദരിച്ചു, ബഹുമാനിച്ചു. ഓ തെരുവ് നായേ, അന്തലമ്മാ കുന്ത കഥീറ ശറഹി വൽ ഖൗദി ഫീമാ ബിഐദീഹിം, നിന്റെ പരിപാടി അങ്ങനെയല്ല. അവരെ കയ്യിലുള്ളൊക്കെ നിനക്ക് കിട്ടണമെന്ന ചിന്തയാണ്, എവിടെ കണ്ടാലും നിനക്ക് കിട്ടണമെന്ന ചിന്തയാണ്. ആ ദുന്യാവിന്റെ ചിന്തയുമായി നീ പോയപ്പോ വലാ തസ്താദു ഇല്ലാ നഫ്സിക, നീ ഒരു സാധനത്തെ പിടിക്കുന്നുണ്ടെങ്കിൽ നിന്റെ സ്വന്തം ആവശ്യത്തിനാണ്, സമൂഹത്തിന് വേണ്ടിയല്ല, നിന്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയാണ്. അതിനാൽ തറദക്കൽ ഖൽഖു ഇലൽ മസാബിലി വമഖതൂ
നോക്ക്, സൃഷ്ടികൾ നിന്നെ അടിച്ചു വാരി വലിച്ചു കൊണ്ടുപോയി ഇടുന്ന അടിക്കാട്ടിന്റെ സ്ഥലത്തേക്ക് നിന്നവരാട്ടിയോടിച്ചു. നിന്റെ ചിന്ത സ്വന്തം ചിന്തയായിപ്പോയി എന്നിങ്ങനെ ആ നായ മറുപടി പറഞ്ഞതായി ഒരു മുനാദറ, ഒരു സംവാദം നായകൾക്കിടയിൽ നടന്നതായി ചിത്രീകരിക്കുകയാണ് ബഹുമാനപ്പെട്ട അബ്ദുൽ വഹാബ് ഷഅറാനി റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് മുതഅല്ലിമീങ്ങളെ, നമ്മളെപ്പോഴും സമൂഹത്തിന് വേണ്ടി ജീവിക്കണം, സമൂഹത്തിന് വേണ്ടി പണിയെടുക്കണം. നമ്മൾ സ്വന്തമായി പഠിക്കണം, അത് സമൂഹത്തിന് വിതരണം ചെയ്യണം. അതിലൂടെ പലരുടെയും ഈമാൻ രക്ഷിക്കണം, പലർക്കും തഖ്വയുണ്ടാകണം. നിസ്കരിക്കാത്തവൻ നിസ്കരിക്കാൻ നോക്കണം, കള്ളു കുടിക്കുന്നവൻ കള്ളുകൂടി നിർത്തിക്കിടണം. അതേ ബാപ്പവുമ്മയെ പരിഗണിക്കാത്തവൻ ബാപ്പവുമ്മയെ ബഹുമാനിക്കുന്നവനാകണം. അതേ കുടുംബബന്ധം മുറിക്കുന്നവൻ കുടുംബബന്ധം ചേർക്കുന്നവനാകണം. അയൽവാസിക്ക് ശല്യം ചെയ്യുന്നവൻ അവൻ അയൽവാസിയെ സ്നേഹിക്കുന്നവനാകണം. സ്വന്തം ഭാര്യയെ ശകാരിക്കുന്നവൻ ആ പീഡനങ്ങൾ നിർത്തുന്നവനാകണം. അങ്ങനെ തുടങ്ങി ഭർത്താവിനെ വഞ്ചിക്കുന്ന പെണ്ണ് ഭർത്താവിനെ വഞ്ചിക്കാതെ വിശ്വാസ്യത കാത്തു സൂക്ഷിച്ച് ജീവിക്കുന്നവളാകണം. അങ്ങനെ സമൂഹത്തിന്റെ നന്മക്ക് വേണ്ടി ഇൽമ് പഠിച്ച് പ്രചരിപ്പിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, സ്വന്തത്തിൽ മുൻപല്ല് പൊട്ടിത്തെറിച്ച് ഈ ഇസ്ലാം ദീനിന്റെ ഇൽമ് പ്രചരിപ്പിച്ച ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹപ്രകടനം അത് മുതഅല്ലിമീങ്ങളായ നമ്മൾ കാണിക്കേണ്ടത് ഇൽമ് പഠിക്കുന്നതിലുള്ള അധ്വാനത്തിലൂടെയാണ്, പഠനത്തിലൂടെയാണ്, സമൂഹത്തിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിലൂടെയാണ്. അല്ലാഹു തആല ആ നിലക്ക് റബ്ബിന്റെ പൊരുത്തം കരുതി ഹബീബ് നബി തങ്ങളുടെ ഉമ്മത്തിന് ഉപകാരം ലഭിക്കുന്ന മുതഅല്ലിമീങ്ങളായി ആലിമീങ്ങളായി നമ്മെ വളർത്തിത്തരട്ടെ. നമ്മളെ പ്രവർത്തനങ്ങൾ അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. അവരെ സ്നേഹിക്കുന്നവർ മുഹിബ്ബൻ എന്ന് നബി തങ്ങൾ പറഞ്ഞല്ലോ. സ്നേഹിക്കുന്നവർ, ആ സ്നേഹിക്കുന്നവരിൽ നമ്മുടെ ദർസുകളും കോളേജുകളും സ്ഥാപനങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടു പോകുന്നതിന് വേണ്ടി അധ്വാനിക്കുന്നവരും സഹായിക്കുന്നവരും അല്ലാഹു ആ മുഹിബ്ബീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. പലരും പല വിഷയത്തിനും ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. ഇന്ന് സിറാജുൽ ഹുദയിൽ പൂർവ്വ വിദ്യാർത്ഥികൾ വന്നപ്പോൾ അബ്ദുസ്സലാം സഖാഫി സുറൈജിയാണ്. അദ്ദേഹം ഒരു സ്വർണത്തിന്റെ വള കൊണ്ടുവന്നു തന്നു, കുറെ സംഖ്യ കൊണ്ട് തന്നു. ഒരു ഉമ്മ, ഒരു ഹജ്ജുമ്മ കൊടുത്തയച്ചതാണ്, നേർച്ച ചെയ്തു, ഫലം കിട്ടി എന്ന് പറഞ്ഞിട്ട് കൊടുത്തയച്ചതാണ്. പിന്നെ വന്നിട്ട് വേറൊരാൾ വന്നു, അദ്ദേഹം വലിയ സംഖ്യ തന്നു. ഞാനിപ്പോ വരുന്ന സമയത്ത് വഴിക്ക് വെച്ച് പലരും നേർച്ചകളും സംഭാവനകളും തന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സ്ഥാപനങ്ങളെ സഹായിക്കുന്നവർ, സഹകരിക്കുന്നവർ, അവരെ എല്ലാം റബ്ബ് സഹായിക്കട്ടെ. അല്ലാഹ് പറഞ്ഞു, കൂനു അൻസാറല്ലാഹ്, നിങ്ങൾ അല്ലാഹനെ സഹായിക്കുന്നവരാകണം. ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും, അല്ലാഹനെ നിങ്ങൾ സഹായിച്ചാൽ അല്ലാഹ് നിങ്ങളെ സഹായിക്കും. ഇനിസ്തൻസറൂക്കും ഫിദ്ദീനി ഫഅലൈക്കുമുൻ നസ്ർ, ദീൻ കാര്യത്തിൽ നിങ്ങളോട് സഹായം ചോദിച്ചാൽ നിങ്ങൾ സഹായിക്കണം. ഖുർആനിൽ ആവർത്തിച്ച് അല്ലാഹു തആല സഹായം ചോദിക്കാനും ചോദിച്ചാൽ കൊടുക്കണമെന്നും ഒക്കെ ഇങ്ങനെ പറയുന്നതാണ്. സഹായം അല്ലാഹനോട് ചോദിക്കാതെ ഒരു പുതിയ മതം ഉണ്ടാക്കി ഇനി പുത്തൻവാദികൾ. അത് ഖുർആനെതിരാണ്. ഖുർആൻ പറഞ്ഞത് സഹായം ചോദിച്ചാൽ സഹായിക്കണം, അങ്ങനെയാണ് ഖുർആനിലുള്ളത്. അതുകൊണ്ട് അതേ സമയത്ത് മുശ്രിക്കീങ്ങൾ സഹായം ചോദിച്ച ഖുർആൻ പറയുന്നുണ്ട്. അതെങ്ങനെ? ലഅല്ലഹും യുൻസറൂൻ, അതിനെന്താ ചെയ്തത്? ഇത്തഖദു മിൻ ദൂനില്ലാഹി ആലിഹത്തൻ, അല്ലാത്ത ദൈവങ്ങളുണ്ട് എന്ന് വിശ്വസിച്ചിട്ട് ആ ദൈവം സഹായിക്കുമെന്ന് വിചാരിച്ചു. അതിനെയാണ് അബൂജഹലും കമ്പനിയും ചെയ്ത സഹായം തേട്ട. അതാണ്, അതിനെയാണ് ഖുർആൻ വിമർശിച്ചു. അല്ല സഹായം ചോദിച്ചുകൂടാന്ന് ഖുർആനിൽ എവിടെയില്ല. അപ്പൊ നമ്മളൊക്കെ അൽഹംദുലില്ലാഹ് ഇത്തരത്തിലുള്ള നല്ല പരിപാടികൾ നടത്തുമ്പോൾ അതിന് സഹായിക്കണം, സ്ഥാപനങ്ങൾ നടത്തുമ്പോൾ അതിന് സഹായിക്കണം. അള്ളാഹു നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ എല്ലാവരുടെ ഖബറിലും അള്ളാഹു സന്തോഷം നൽകട്ടെ. നമ്മളെല്ലാവരെയും അള്ളാഹു പൊരുത്തപ്പെട്ട മുഅ്മിനീങ്ങളിൽ പെടുത്തി തരുമാറാകട്ടെ. അർഹമുർ റഹീമിനായ റബ്ബേ, ഞങ്ങളെല്ലാ മജ്ലിസുകളും നീ ഖബൂൽ ചെയ്യണം റഹ്മാനെ. ഞങ്ങളെ പ്രവർത്തനങ്ങൾ ഖബൂൽ ചെയ്യണം റഹ്മാനെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ യുവാഫി നിഅമഹു യുകാഫിഉ മസീദ. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد. أرحم الراحمين يا رب. സാധുക്കളായ ഞങ്ങളുടെ ഖൽബിൽ ഇഖ്ലാസ് വർദ്ധിപ്പിക്കണം റഹ്മാൻ, ഈമാൻ വർദ്ധിപ്പിക്കണം റഹ്മാൻ, തഖ്വ വർദ്ധിപ്പിക്കണം റഹ്മാൻ. ഞങ്ങളുടെ ഖൽബിൽ ഒരാളോടും അസൂയയോ വിദ്വേഷമോ വൈരാഗ്യമോ വെറുപ്പോ ഇല്ലാതെ തെളിഞ്ഞ മനസ്സ് തരണം റഹ്മാനെ. അല്ലാഹു ഞങ്ങളുടെ വാക്കുകളിലും ഞങ്ങളുടെ പ്രവർത്തനങ്ങളിലും നീ ഞങ്ങൾക്ക് സംരക്ഷണം നൽകണം റഹ്മാനെ.
ഹക്കായത് മനസ്സിലാക്കാനും ഹക്കായ നിലക്ക് ജീവിക്കാനും ഹക്കിനെ പിന്തുടരാനും അത് പ്രചരിപ്പിക്കാനും ഭാഗ്യം തരണം റഹ്മാൻ. നാഫിആയ ഇൽമു കൊണ്ട് ഞങ്ങളെ നീ ആദരിക്കണം.